ഹലോ ഡിയർ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊരു ചൂടാണല്ലേ ഇപ്പോൾ. കുറേയേറെ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ ഇത്ര ചൂട് വരുന്നത് ഇപ്പോഴാണെന്ന് തോന്നുന്നു അല്ലേ. കോട്ടയത്താണെങ്കിൽ മിക്ക ദിവസവും 33-35 ഡിഗ്രി സെൽഷ്യസ് ഒക്കെയാണ് ചൂട്. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച വെളുപ്പിന് 3 മണിയായപ്പോൾ ഉറക്കമൊക്കെ കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഒരു ചെറിയ യാത്ര പോയാലോ എന്ന് ആലോചിച്ചു. 5 മണിക്ക് ഞങ്ങൾ യാത്ര പുറപ്പെട്ടു പാഞ്ചാലിമേട്ടിലേക്ക്. ഈ യാത്രയുടെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഞങ്ങൾ യാത്ര തുടങ്ങുമ്പോൾ നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഒരു 6 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ വെട്ടം വീഴാൻ തുടങ്ങിയത്. നിരത്തിലൊന്നും ഒട്ടുമേ വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, ആളുകളും തീരെ കുറവായിരുന്നു. എന്താണ് ഇത്ര ചൂടായിട്ടും അവധി ദിവസമായിട്ടും ആരും പുറത്തൊന്നും ഇറങ്ങുന്നില്ലേ എന്ന് ഞാൻ ബൈക്കിൻ്റെ പിന്നിലിരുന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഏതായാലും സൂര്യനെയും കൂട്ടുപിടിച്ച് ഞങ്ങൾ മുന്നോട്ടേക്ക് പോവുകയാണ്. വീടിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ കുറച്ചൊരു ചൂടിനൊരു ശമനം പോലെയൊക്കെ തോന്നുന്നുണ്ട്. സുഖകരമായൊരു കാലാവസ്ഥ, വെളുപ്പിനല്ലേ, പിന്നെ ചെറിയൊരു തണുപ്പുണ്ട്. ഓടുന്ന വണ്ടിയിലിരിക്കുമ്പോൾ നമുക്കത് കൂടുതൽ നന്നായിട്ട് ഫീൽ ചെയ്യുമല്ലോ. അങ്ങനെ ഒരു 2.5-3 മണിക്കൂർ എടുക്കും നമ്മൾ പാഞ്ചാലിമേട്ടിലെത്താൻ. എന്നിരുന്നാലും ഇടയ്ക്കൊക്കെ കൂടുതൽ സുന്ദരമായ പ്രകൃതി സൗന്ദര്യം നിറഞ്ഞ പ്രദേശങ്ങൾ കാണുമ്പോഴൊക്കെ അവിടെയൊക്കെ വണ്ടി നിർത്തി ഇറങ്ങി നിന്ന് അതൊക്കെ ആസ്വദിച്ച് വളരെ സമയമെടുത്താണ് ഞങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. കോട്ടയത്ത് നിന്ന് ഒരു മണിക്കൂർ എടുക്കും കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് ഒരു 20 മിനിറ്റ് കഴിഞ്ഞാൽ മുണ്ടക്കയമായി. മുണ്ടക്കയത്ത് നിന്ന് പുല്ലുപാറയിൽ നിന്നും മുറിഞ്ഞപുഴയിലെത്തുമ്പോൾ അങ്ങ് ദൂരെ ഇടതുവശത്ത് കാണുന്ന കേരള റെസ്റ്റോറൻറ്റ്, അതിന് നേരെ ഓപ്പോസിറ്റ് വലതുവശത്തൂടെ ഒരു 4.5 കിലോമീറ്റർ സഞ്ചരിക്കുമ്പോൾ പാഞ്ചാലിമേട്ടിലെത്തും. നമ്മൾ എത്തിക്കഴിഞ്ഞു പാഞ്ചാലിമേട്. 72 കിലോമീറ്ററാണ് കോട്ടയത്ത് നിന്നും പാഞ്ചാലിമേട്ടിലേക്ക്. അപ്പോൾ സമയം 8 മണിയാകാറായിട്ടുണ്ട്. മെയിൻ എൻട്രൻസിൽ തന്നെ ടിക്കറ്റ് നിരക്കൊക്കെ എഴുതിയ ബോർഡ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ അകത്ത് കയറി ടിക്കറ്റ് എടുത്തു. സീനിയർ സിറ്റിസൻ്റെ ഒരു 10 രൂപ കൺസെഷൻ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നോക്കൂ, അങ്ങ് ദൂരെ ഒരു കൽമണ്ഡപം കാണുന്നില്ലേ, അവിടെ ഒന്ന് ഫ്രഷ് ആവാനും അതുപോലെ ഒരു ചെറിയ കോഫി സ്റ്റാളും ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് കയറിയിട്ട് ബാക്കി കാഴ്ചകളിലേക്ക് പോവാം. സമയം 8 മണിയാകാറായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ, എങ്കിലും നല്ല വെയിലെത്തിക്കഴിഞ്ഞിരുന്നു. പക്ഷേ നല്ല കാറ്റുണ്ട്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് നടക്കുമ്പോൾ നോക്കൂ, ശ്രീ ഭുവനേശ്വരി ദേവി ക്ഷേത്രം. അപ്പോൾ പറഞ്ഞില്ലല്ലോ ഈ സ്ഥലത്തിന് എങ്ങനെയാണ് പാഞ്ചാലിമേട് എന്ന പേര് വന്നത് എന്ന്. പണ്ട് വനവാസകാലത്ത് ദുര്യോധനാദികളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടി പഞ്ചപാണ്ഡവരും പാഞ്ചാലിയും ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയായിരുന്നല്ലോ. അങ്ങനെ ഒരിക്കൽ അവരുടെ സഞ്ചാരമധ്യേ ഇവിടെ എത്തിയിരുന്നുവെന്നും ഇവിടെ തങ്ങിയിരുന്നുവെന്നും വിശ്വസിക്കപ്പെടുന്നു. അങ്ങനെയാണ് ഈ സ്ഥലത്തിന് പാഞ്ചാലിമേട് എന്ന പേര് വന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വള്ളിയങ്കാവിൻ്റെ മൂലസ്ഥാനമാണ് ഈ ക്ഷേത്രം. ഇവിടെ നിന്നാണ് പിന്നീട് വള്ളിയങ്കാവ് ക്ഷേത്രത്തിലേക്ക് പ്രതിഷ്ഠ മാറ്റിയത്. നോക്കൂ, ഈ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്തു നിന്ന് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ശബരിമലയിലെ മകരവിളക്ക് തെളിയുന്നത് വളരെ വ്യക്തമായി കാണാമെന്നാണ് പറയുന്നത്. കൂടാതെ ഈ ക്ഷേത്രത്തിൻ്റെ താഴ്വാരത്തിൽ ഭീമൻ്റെ കാൽപാദം പതിഞ്ഞ ഒരു ഗുഹയുമുണ്ടെന്ന് വിശ്വസിക്കുന്നു. അവിടെ ഒന്ന് പോയാൽ കൊള്ളാമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. എങ്കിലും ക്ഷേത്ര ജീവനക്കാരൻ പറഞ്ഞത് അവിടെ ഇപ്പോൾ കാട് മൂടിക്കിടക്കുകയാണെന്നും പുലിയുടെ ഒരു സാന്നിധ്യം അവിടെ കണ്ടതായും പറയപ്പെടുന്നു. അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയില്ല.
അങ്ങ് ദൂരെ കാണുന്ന ആ മലയിലേക്ക് കുരിശുമുടി തീർത്ഥാടകർ ദുഃഖവെള്ളി ദിനത്തിലൊക്കെ ധാരാളം വിശ്വാസികൾ അവിടെ എത്തിച്ചേരുന്നുണ്ട്. നല്ല വെയിലുണ്ട്, എന്നിരുന്നാലും നേരിയ മഞ്ഞിൻ്റെ ഒരു ആവരണമുണ്ട്. അതിനും താഴെയായി പച്ച കുന്നുകൾ, മുകളിൽ നീലാകാശം, വെൺമേഘങ്ങൾ. ഇതാ നോക്കൂ, എത്ര സുന്ദരമാണ്. അതുപോലെ ഈ പാറയിൽ ഞങ്ങൾ നേരത്തെ മക്കളൊക്കെ ആയിട്ട് ഇവിടെ പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ പാറയിലൊക്കെ കയറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴവിടെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ടുണ്ട്, അപകടമാണ്, കയറാൻ പാടില്ല എന്ന്. പിന്നെ ഇത് പാഞ്ചാലി കുളിച്ചുകൊണ്ടിരുന്ന കുളമാണിതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പക്ഷേ ഇപ്പോൾ അവിടെ കുളമായിട്ടൊന്നും കണ്ടില്ല, ഒരു ചെറിയ സ്ഥലം മാത്രമേ സ്വല്പം വെള്ളമായിട്ട് കണ്ടുള്ളൂ. ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള എന്തോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെയാണ് ഇപ്പോഴവിടെ നടക്കുന്നത്. എത്ര സുന്ദരമാണ് ഈ പ്രദേശമെന്ന് നോക്കൂ. ഈ കുന്നിൻ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ദൂരെ മുണ്ടക്കയം മെയിൻ റോഡൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഏകദേശം ഒരു 2.5 മണിക്കൂറോളം ഞങ്ങൾ ഈ പ്രദേശമാകെ ചുറ്റി നടന്ന് കണ്ടു. സുഖകരമായ കാലാവസ്ഥ, വെയിലുണ്ട് പക്ഷേ ചൂടനുഭവപ്പെടുന്നില്ല, നല്ല കാറ്റുണ്ട്. എങ്കിലും വെയിലിന് കനം വെക്കുന്നതിന് മുമ്പ് മടങ്ങിപ്പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വരുമ്പോഴാണ് വീഡിയോയിൽ ഞാൻ ആദ്യം കാണിച്ചിരുന്ന റോപ്പ് വേ. ആ പോകുന്നത് ഞാനൊന്നുമല്ല കേട്ടോ, എൻ്റെ ഒപ്പമുണ്ടായിരുന്ന ആളിന് അതിൽ കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ സമ്മതിച്ചില്ല. ഞങ്ങൾ മുന്നേ വരുമ്പോൾ ഇതൊന്നും കണ്ടിട്ടില്ല. ഇപ്പോൾ ടൂറിസം ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായുള്ള പ്രോജക്റ്റുകളാണ് ഇതൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ യാത്രാവിശേഷങ്ങൾ. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.